നിന്റെ ഗാനത്തിൻ്റെ പ്രകാശം പ്രപഞ്ചത്തെ മുഴുവൻ പ്രഭാമയമാക്കുന്നു. ആ സംഗീതം പകരുന്ന ജീവശ്വാസം ആകാശം മുഴുവൻ ഒഴുകുകയാണ്. പരിശുദ്ധമായി ഒഴുകുന്ന നിന്റെ സംഗീതശീലുകൾ പാറ പോലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറുകയാണ്. ഒരു പുഴയുടെ ഹൃദയം പോലെ അഗാധവും ആർദ്രവുമായ നിന്റെ ഉടമ, ദൈവവചനത്താൽ ഉരുക്കി വാർത്തെടുത്ത ചങ്കുറുപ്പുള്ള ഏടുറ്റ വ്യക്തിത്വത്തിൻ്റെ ദൃക്സാക്ഷ്യം, ആഴി പോലെ അഗാധമായ വിശ്വാസത്തിൻ്റെ നേർസാക്ഷ്യം, ആരാലും ഒന്നിനാലും ബന്ധങ്ങളാലും ബന്ധനങ്ങളാലും ഓളങ്ങളാലും തിരമാലകളാലും കുലുക്കുവാനോ അനക്കുവാനോ സാധിക്കാത്ത ദൃഢതയുള്ള വ്യക്തിജീവിതം, ദൈവപരിപാലനയുടെ വഴികളെ തിരിച്ചറിഞ്ഞ പുണ്യജീവിതം. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി മാർത്താണ്ഡം എന്ന പ്രദേശത്തെ തൻ്റെ വിശുദ്ധിയുടെ കൃപാചലം കൊണ്ട് നട്ട് നനച്ച് 100 മേനി കൊയ്യുന്ന വിളനിലമാക്കുവാൻ നന്മയുടെ ആൾജീവമായി മാറിയ ശ്രേഷ്ഠ വ്യക്തിത്വം മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാല്. പുണ്യം തുളുമ്പുന്ന രാവുകളും കിനാക്കളും പ്രാർത്ഥനയുടെ നൂലിഴ കൊണ്ട് കൊരുത്ത് വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും കരുണയുടെയും കരുതലിൻ്റെയും സർവോപരി ദൈവാശ്രയത്തിൻ്റേതുമായ അഗാധ തലങ്ങളെ തൊട്ടറിഞ്ഞ് ഹൃദയത്തിൻ്റെ ഭാഷയും ആത്മാവിൻ്റെ തുടുപ്പുമായി വല്യച്ഛൻ മാറ്റിയ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഇന്നും മേരി മക്കളുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ആകാശം ഇടിഞ്ഞു വീണാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നത്. ദൈവാശ്രയം ജീവിത നിയമമാക്കി കഷ്ടതകളിൽ പതരാതെ ഉറച്ച മനസ്സോടെ പരീക്ഷണങ്ങളുടെ മൂശയിൽ ശോധന ചെയ്ത് ത്യാഗനിർഭരമായ വിശ്വാസ സംബന്ധിയായ ജീവിതത്തിലൂടെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി തീർന്ന ദൈവാശ്രയത്തിൻ്റെ പ്രവാചകൻ. ബഹുമാനപ്പെട്ട വല്യച്ഛനിൽ ജ്വലിച്ചു നിന്നിരുന്ന പ്രാർത്ഥനയിൽ അടിയുറച്ച അതിശക്തമായ ദൈവാശ്രയം, അതിതീവ്രമായ പ്രേക്ഷിത ചൈതന്യം, കൊഴിഞ്ഞു വീഴാത്ത ശാന്തത, ഇവയെല്ലാം പ്രതിസന്ധികളിൽ നിർഭയനായി മുന്നോട്ട് നീങ്ങുവാൻ വല്യച്ഛനെ ഏറെ സഹായിച്ചു. ഒരിക്കലും ഒന്നിനെക്കുറിച്ചും ആവലാതിപ്പെടാതെ, ആരോടും പരാതി പറയാതെ, സർവോപരി ദൈവത്തിൻ്റെ കരങ്ങളിൽ സർവം സമർപ്പിച്ച് മാർത്താണ്ഡത്തിൻ്റെ തമിഴകത്തിൻ്റെ വെള്ളി വെളിച്ചമായി തീർന്ന ഈ പ്രവാചകൻ്റെ ദൈവാശ്രയത്തിൻ്റെ തിളക്കമാർന്ന വ്യക്തിവലയത്തിൽ അനേകായിരങ്ങൾ ഇഴുകിച്ചേർന്നു. തൻ്റെ സഹന വഴികളിലും അവരെൻ്റെ നെഞ്ചിലെരിയുന്ന നെരിപ്പോടിൻ്റെ ചൂടറിയുവാൻ, മിഴികളിൽ നിന്നൊഴുകുന്ന മിഴിനീർ തുടയ്ക്കുവാൻ, സാന്ത്വനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ലേപനമായി തീരുവാൻ, ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുവാൻ, അനുകമ്പ കൊണ്ട് ഭരിക്കുവാൻ, അനേകം ആത്മാക്കളെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തുവാൻ ഈ ത്യാഗവരിൻ്റെ ദൈവാശ്രയബോധം ഏറെ സഹായിച്ചു. വിശുദ്ധി തഴച്ചു വളരുന്നത് മൗനത്തിലും ഏകാന്തതയിലുമാണ് എന്ന് പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ വല്യച്ഛൻ മലമുകളിലേക്ക് കയറുകയും സമതലത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുവാൻ തൻ്റെ ജീവിതത്തെ ദൈവസ്നേഹമാകുന്ന എണ്ണയാൽ നിറച്ച് ദൈവാശ്രയമാകുന്ന ദീപനാളത്താൽ ജ്വലിപ്പിച്ച് ദൈവപരിപാലനയുടെ പ്രവാചകനായി ദൈവപിതാവിൻ്റെ വിശാലമായ വിളഭൂമിയിലേക്ക് ഇറങ്ങി. ദൈവാശ്രയം നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ജീവിതത്തിലൂടെ അനേകരെ ദൈവോന്മുഖരാക്കിയ ആ പുണ്യചരിതൻ്റെ പാത പിന്തുടർന്ന് നവീകൃതരായി നമുക്കും ദൈവവിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും മാതൃകരാകാം. ജീവിതത്തിലുടനീളം ദൈവാശ്രയത്തിൽ അടിയുറച്ച് വല്യച്ഛൻ്റെ മാതൃക നമുക്ക് കരുത്താകട്ടെ.